നമ്മളിന്ന് ഫുഡ് കുറവായിട്ട് നമ്മൾ റൊട്ടി എന്ന് പറഞ്ഞ സാധനം പഠിക്കാൻ വേണ്ടി പോവാം. അതായത് നമ്മുടെ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഒരു സാധനമാണ് ഇവിടെ വെളിനാട്ടിലേക്കുള്ള റൊട്ടി എന്നാണ് പറയുന്നത്. അത് ഒരെണ്ണം കഴിച്ചാൽ ഒരാടെ വേറെ നിറയും, സോഡാപ്പൊടിയൊക്കെ ചേർന്ന് ഒരു വലിയൊരു സാധനമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 റിയാലുണ്ട്. അതായത് നാട്ടിൽ മാറുകയാണെങ്കിൽ ഒരു 119 രൂപയൊക്കെ ആവും. ഇവിടെ 5 രൂപയ്ക്ക് 5 രൂപ വരെയുണ്ട്. അപ്പോൾ നമ്മൾ റൊട്ടി എന്ന് പറഞ്ഞ സാധനം മേടിക്കാൻ വേണ്ടി പോകും. ഇവിടെയാണ് വിൽക്കുന്നത്. ഇവിടെ ക്യൂ നിന്നാണ് മേടിക്കേണ്ടത്. ഇന്ന് ക്യൂ കുറവായതുകൊണ്ട് നമുക്ക് സാധനം പെട്ടെന്ന് കിട്ടും. മറ്റേത് ഭയങ്കര ക്യൂ ആണ്. നമ്മുടെ ബിവറേജിലേക്ക് ക്യൂ കാണത്തില്ല, അതുപോലെ തന്നെ ഈ വിലയിരിക്കുന്ന പുള്ളിക്കാരനാണ് റൊട്ടി എടുത്ത് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 4 റൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നിൽക്കുക. നമ്മളെ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് കിട്ടില്ല, ആൾക്കാരായതുകൊണ്ട് നമ്മളെ വലിയ ഇതായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങോട്ട് എടുത്തില്ല കറക്റ്റായിട്ട്. അതിൻ്റെ ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അകത്ത് പുള്ളിക്കാരനാ ചുടുന്നത്. അയാളെ അപ്പുറത്ത് ഒരുത്തം പരത്തി കൊടുക്കുന്ന പുള്ളിക്കാരനോട് പുള്ളി പരത്തി കൊടുക്കും. പുള്ളി എടുത്ത് അടുപ്പിനകത്തിട്ട് ചുടും. ഉണ്ടോ, ആ ഒരു തീക്കനലിനകത്തിട്ടാണ് ചുടുന്നത്. മറ്റേ തലക്കെട്ടൊക്കെ കെട്ടി പുള്ളി പരത്തി കൊടുക്കും. ഇയാളത് അവിടുന്ന് എടുത്തിട്ട് ആ തീക്കനലിനകത്തിട്ട് ചുടും. ചുട്ട് അന്നേരം തന്നെ എടുക്കുക. ഏറ്റവും വലിയ ഒരെണ്ണമാണ്. ഒരെണ്ണം കഴിച്ചാൽ മതി, പക്ഷെ കൂടുതൽ അങ്ങനെ കഴിക്കാനൊക്കത്തില്ല. ഇത് സോഡാപ്പൊടിയും ഏണ്ടൊക്കെ ചേരുന്നത്. കൂടുതൽ കഴിച്ചാൽ വയറിന് കംപ്ലൈൻ്റൊക്കെ വരും. പക്ഷേ കട്ടതിനൊക്കെ കഴിക്കാം. പിന്നെ ഇതും ഒരു കറിയോടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. ഞാൻ മുമ്പേ കാണിച്ചില്ല സോസേജ്, അതാ ഇതിൻ്റെ കറി. അതും ഇതുകൂടെ ഒന്ന് കഴിക്കുന്നത് അടിപൊളി കഴിക്കാൻ. ഉണ്ടോ, അതിനകത്തിട്ടാണ് ചൂടുന്നത്, ആ കനലിനകത്ത്. അപ്പോൾ ഞാനിനി അപ്പം കഴിക്കാൻ പോവാണ്. പിന്നെ ഒരു കാര്യമുണ്ട്. പിന്നെ ഫുഡ് ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഫുഡിന് റെസ്പെക്റ്റ് കൊടുക്കണം. നമ്മൾ കളയല്ലേ, നമ്മൾ കളഞ്ഞാൽ വന്ന് പിന്നെ തിരിച്ച് കിട്ടത്തില്ല. കളയാൻ എളുപ്പമായിരിക്കും. ഇവിടെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അതുകൊണ്ട് ഫുഡ് മാക്സിമം എല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നു.